ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിനി ഈ ഫുട്ബോളിൽ വരാൻ പോകുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അറിയാം, നമുക്കിനി അപ്കമിങ് വീക്കിൽ നമ്മുടെ ഈ ഫുട്ബോൾ ഒരു വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഇവൻ്റാണ് നമ്മളുടെ മാസ്റ്റർ ലീഗ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി ഈ സംഭവം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ ഈ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് മാസ്റ്റർ ലീഗ് കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ. അപ്പോൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ ലേറ്റസ്റ്റായി വന്ന കുറച്ച് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും ഈ അപ്ഡേറ്റിന് ശേഷം മാസ്റ്റർ ലീഗ് അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ആ മാസ്റ്റർ ലീഗ് എങ്ങനെ കളിക്കാം, അതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മാസ്റ്റർ ലീഗിനെ കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും കംപ്ലീറ്റ്ലി നമുക്കറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനെ കൊള്ളാവുന്ന നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നതിന് ആരല്ല, നമ്മുടെ സുഹൃത്തായ ഈ ഫുട്ബോൾ റെവല്യൂഷനാണ്. നിങ്ങൾക്ക് അറിയില്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ PC വെർഷനിലെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു പുള്ളിയാണ് നമ്മുടെ ഈ ഫുട്ബോൾ റെവല്യൂഷൻ. അപ്പോൾ അവന് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, നമ്മുടെ മലയാളി ചെക്കനാണ്. അപ്പോൾ അവൻ കുറേ കൊല്ലമായിട്ട് കളിച്ച എക്സ്പീരിയൻസ് ഉള്ളതാണ് PC-യിൽ. അപ്പോൾ PES-ലൊക്കെ മാസ്റ്റർ ലീഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ PC-ൽ നിലവിലില്ല, ഇനി അതിലും വരാൻ പോകണേ ഉള്ളൂ. അപ്പോൾ അവൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവരായിരിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അവനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് പോകാൻ പറഞ്ഞു, അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ എനിക്ക് പറഞ്ഞു തന്നാലും വെച്ചാൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സംഭവം അറിയില്ല എങ്ങനെയാണ് സംഭവം എന്ന്. അപ്പോൾ അതുപോലെയല്ല, അവൻ കളിച്ച് നല്ല എക്സ്പീരിയൻസ് നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരുത്തരാണ്. അപ്പോൾ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരാനാണ് നല്ല ഫ്ലോയിൽ നിങ്ങൾക്ക് കിട്ടും സംഭവം എന്താണ്. അതുവെച്ചാൽ അറിയാത്ത ഒരാൾ കേട്ട് പറഞ്ഞു തരാനായിട്ട് നല്ലത് കളിച്ച എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്ന ആളാവുള്ളൂ. എന്തായാലും അവനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ ആ വോയിസും കാര്യങ്ങളൊക്കെ കേട്ട് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വാ. അപ്പോൾ ഇതാണ് മാസ്റ്റർ ലീഗ്. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 2 ലൈനപ്പാണുള്ളത്. ഒന്ന് ക്ലബിൻ്റെ ഒറിജിനൽ ലൈനപ്പും പിന്നെ നീ ഉണ്ടാക്കണ ഒറിജിനൽ ലൈനപ്പും. അതായത് മുമ്പക്ക് പുതിയ ഒരു പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പുതിയൊരു മുമ്പക്കായിട്ട് തന്നെ ന്യൂ പ്ലേയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് മുമ്പൊക്കെ തന്നെ പേരൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും എന്തായാലും ആരും എടുക്കില്ല, എന്നാലും ക്ലബ് ലൈനപ്പ് തന്നെ ആയിരിക്കും മാക്സിമം എല്ലാവരും എടുക്കുക. അതപ്പോൾ എനിക്ക് ഈ 2 ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്ന് ഒറിജിനൽ ടീമിൻ്റെ ലൈനപ്പും ഒന്ന് വേറെ ഒറിജിനൽ സെക്കൻഡ് ടീം ഉണ്ടാക്കണതും. അത് രണ്ടാണെന്ന്. തൽക്കാലം നമുക്ക് ഒറിജിനൽ ടീം എടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ടീമാണ് വേണ്ടതെന്ന് ചോദിക്കും, അതായത് ഏത് ലീഗിൽ ഏത് ടീമാണ് വേണ്ടത് ചോദിക്കും. അപ്പോൾ തൽക്കാലം ഒരു യുണൈറ്റഡ് കൊടുക്കാം. ഇതിപ്പോൾ പിന്നെ മാനേജേഴ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കുറച്ച് മാനേജേഴ്സ് ഉണ്ടാവും. ഇതിൽ അന്ന് പാർട്ട്ണർഷിപ്പിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇത് ഓൾറെഡി ഈ 13 മുതലുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞാൽ ഓൾറെഡി പെസ്സിൻ്റെയിലുള്ള ലിസ്റ്റിലുള്ള മാനേജേഴ്സിൻ്റെ ലിസ്റ്റാണിത്. അതിലിപ്പോൾ ഇതിൽ 2-3 ആൾക്കാർ ഓൾറെഡി നിലവിൽ ഇതുള്ള ക്രൂയിഫൊക്കെ അതിൽ ഓൾറെഡി ഉള്ളതാണ്. തൽക്കാലം നമുക്കൊരു ഗിഗ്സിനെ കൊടുക്കാം. അതേപോലെ തന്നെ അതിൽ സ്യൂട്ട് കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യാനുള്ളതുണ്ടാവും. സ്പോർട്സ് വെയർ വേണോ, സ്യൂട്ട് വേണോ, സാധാ ഷർട്ട് വേണോ ഉണ്ടാവും. തൽക്കാലം നമുക്ക് സ്യൂട്ട് കൊടുക്കാം. ഇത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ എന്തൊക്കെയാണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്നുള്ളത്, ട്രാൻസ്ഫർ ഫ്രീക്വൻസി, ട്രാൻസ്ഫറൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതായത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നത്, പിന്നെ നെഗോസിയേഷന് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതായത് നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുന്നതിനനുസരിച്ച് അതിന് എത്ര ഇത് വരണം എന്നുള്ളത്, പിന്നെ സ്റ്റാർട്ടിങ് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ, പിന്നെ സാലറി ആനുവലി, മറ്റേ മാച്ച് ലെവൽ എത്രയാണെന്നുള്ളത്, മാച്ചിൻ്റെ ടൈം കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഇതാക്കാൻ പറ്റുമോ. കറൻസി യൂണിറ്റും അതുകൊണ്ട് യൂറോ, $10, തൽക്കാലം ഡോളർ എടുക്കട്ടെ. ഇതാണ്. ഇതിൽ കാര്യമായിട്ടൊന്നും നോക്കാനൊന്നുമില്ല. അത് ഓൾറെഡി സെറ്റിങ്സിൽ നമ്മൾ ജനറൽ സെറ്റിങ്സിലായിട്ട് സെറ്റ് ചെയ്ത് കിടക്കണ്ടാവും ഓൾറെഡി. പിന്നെ എന്ന് പറയാനുള്ളത്, ഇതിൽ അത്യാവശ്യം ഡിസിഷൻസൊക്കെ നമുക്ക് എടുക്കാണ്ടാവും. അതായത് എങ്ങനെയാണ്, അതായത് ഇപ്പം സീസൺ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന മേജർ സൈൻ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, ഈ സീസണിലെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ലീഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ എന്താണ് ചാമ്പ്യൻസ് ലീഗിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോ മാച്ചിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും അടുത്ത ഡിസിഷൻ വരിക. കണ്ടോ, ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് എയിമാണോ എന്നുള്ളത് നമുക്ക് അഗ്രി കൊടുക്കാം. അപ്പോൾ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ഞാൻ അടിക്കും, ഇങ്ങനെ അടിക്കും, അങ്ങനെ അടിക്കും, ഒക്കെ തന്നെ. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു പ്രസ് മീറ്റും കൂടി വരും ഇതിൽ ഉണ്ടാവും. പ്രസ് മീറ്റിലും ഇതേപോലെ തന്നെ ഡിസിഷൻസ് എടുക്കാനുണ്ടാവും. ഇതൊക്കെ പെസ്സിൻ്റെ ഓൾറെഡി ഡാറ്റാബേസിലുള്ള കേട്ടോ, പെസ്സിലുള്ള സാധനം കൊണ്ടാണ്. ഇതിലും ഇതേപോലെ 2-3 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അത് ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അനുസരിച്ച് വോയിസ് ഉണ്ടാവില്ല, പക്ഷേ ഡയലോഗ്സ് ഇങ്ങനെ അടിയിലിങ്ങനെ എഴുതി കാണിക്കും എന്താ ചെയ്യണമെന്നുള്ളത്.
അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക, അതെന്തെങ്കിലുമൊക്കെ മറുപടി പറയും. അവരത് കാര്യമായിട്ട് വായിക്കലൊന്നുമില്ല. ഇനിയുള്ളതാണ് അതാണ് മെയിൻ സാധനം മാസ്റ്റർ ലീഗിൻ്റെ. ഇതിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മാച്ചിൻ്റെ ഫിക്സ്ചർ കാണിക്കുമ്പോഴേ ടീമിൻ്റെ റാങ്ക് കാണിക്കും ലീഗിലുള്ള, അതൊക്കെ തന്നെ. പിന്നെ എന്ത് മെസ്സേജ് വന്നാലും ഇതിൻ്റെ ഈ ഒരു വിൻഡോയിൽ പോപ്പപ്പായി വരും. ഇതാണ് ആ സിസ്റ്റം. ഇതിൽ ഇതേപോലെ തന്നെ നമുക്ക് ഡാറ്റ ഗെയിമും കാര്യങ്ങളൊക്കെ ഓട്ടോ സേവിൽ ഇടാം. സാധാരണ വെച്ചാൽ നമ്മൾ സേവ് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ക്ലോസ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെയാണ് അതിൽ. പിന്നെ മൈ ക്ലബ് കരിയറിന്ന് മുമ്പോട്ട് ഇറങ്ങിയാൽ അത് മറ്റേതാണ്. അതായത് നമ്മളെ മൈ ക്ലബ് കരിയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഓൺലൈനിൽ കളിച്ചിന് സാധനം ഉണ്ടാവും. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് ഒരു പ്ലെയർ കിട്ടിയാൽ ഞാൻ ഡാറ്റാ ബേസ് ഇതിലേക്ക് വലിച്ചിടാൻ പറ്റിയതിന്, അതാണ് ആ സാധനം. പിന്നെ പറഞ്ഞാൽ ജനറൽ സെറ്റിങ്സ് ആണ് നേരത്തെ കാട്ടിയ അതേ സാധനം തന്നെ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താം, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ ഡാറ്റാബേസിൽ തന്നെ കോമ്പറ്റീഷൻസ് ഇൻഫോ, അതായത് എന്തൊക്കെ കോമ്പറ്റീഷൻസ് നമ്മൾ നിലവിലിപ്പോൾ നടക്കേണ്ടതുള്ളത് ഓരോ ലീഗിലുള്ളത് കണ്ടോ, ഇതൊക്കെ ഓൾറെഡി നിലവിലുള്ളതാണ്. അതായത് ഓരോ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസ് ആണ് ഇതൊക്കെ. പിന്നെ അതേപോലെ ഓരോ ലീഗിൽ ഇങ്ങനെ നടക്കുന്ന കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണം തന്നെയാണ്. പിന്നെ അതേപോലെ ടീം ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ടീമിൻ്റെ അല്ലാതെ ബാക്കിയുള്ള എല്ലാ ടീമിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കിട്ടും. ഓരോ സ്ക്വാഡാണ് യൂസ് ചെയ്യണത് നോക്കാനും കണ്ടോ, മാനേജേഴ്സ് ഓരോ പ്ലേയിങ് റെക്കോർഡ്, പ്ലേയേഴ്സ് എത്ര ഇതെടുത്ത് എന്നുള്ളത് എല്ലാ ലീഗിൻ്റെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ക്ലബ് റാങ്കിങ്ങും ഏകദേശം അതേപോലെ നാഷണൽ ടീം റാങ്കിങ്ങും അതേപോലെ തന്നെ നമ്മളെ ഇപ്പോഴത്തെ നിലവിലെ കളീൻ്റെ ഏറ്റവും നല്ല റാങ്കിങ് ഓരോ ലീഗിൻ്റെ. ഇത് നോക്കണ്ട, ഇത് 2020 ആയിരിക്കും, 2021 ആയിരിക്കും, അത് നോക്കണ്ട. പിന്നെ ഓൾറെഡി ഞാൻ കുറേ ലെജൻസിൻ്റെ ഡാറ്റാ ബേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഇതുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ടീം റാങ്കിങ്ങിൻ്റെ ഇത് അത് അന്നത്തെ റാങ്കിങ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇത് ഒരു സാധനമാണ്, അതായത് നമുക്ക് മാനേജേഴ്സിന് മുമ്പാണല്ലോ മാനേജർ ഇതിലിപ്പോൾ നിലവിൽ. അപ്പോൾ മുമ്പ് വരുന്ന മെസ്സേജസും കാര്യങ്ങളും, അതായത് അസിസ്റ്റൻറ്റ് കോച്ചിൻ്റെ വകയിൽ ഇങ്ങനെ എന്താണോ നമുക്ക് ടീമിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക. പിന്നെ സ്കൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടീമിനെ നിങ്ങൾക്ക് പെറുക്കിയെടുക്കാൻ പറ്റില്ല. അതായത് പുതുതലമുറയെ വാർത്തെടുക്കുന്ന പരിപാടിയില്ലേ, ആ പരിപാടി എല്ലാ സംഭവങ്ങളും ഇതിലാണ് വരിക മെയിനായിട്ട്. എന്ത് നമുക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ നമുക്ക് ആരെങ്കിലും ഇവിടെ ടീമിൽ നിന്ന് ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിലോ, എന്ത് നമുക്ക് ട്രെയിനിങ്ങിൽ എന്ത് പറ്റിയാലും ഒരു ടീം ഇഞ്ചുറി ആയാലോ അല്ലെങ്കിൽ ഒരു പ്ലെയർ നല്ലപോലെ കളിക്കണം എന്നുള്ളത് ഫുള്ള് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക. പിന്നെ മാനേജേഴ്സ് കരിയർ, അതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ ട്രോഫി അടിച്ചിരിക്കണോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സ്കോർ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, അതിനോട് ഇതിലൊന്നും ഉണ്ടാവില്ല. ഫേവറേറ്റ് പ്ലെയറാണ് നമുക്ക് വെറുതെ നമ്മളൊരു ഫേവറേറ്റ് പ്ലെയറെ സെറ്റ് ചെയ്തിട്ടേക്കാം, അതന്നെ. പിന്നെ അതേപോലെ മാനേജേഴ്സിൻ്റെ ഓഫർ, നമുക്ക് മാനേജറായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ടീമിലേക്കോ അല്ലെങ്കിൽ നാഷണാലിറ്റിയിലേക്കോ ഓഫർ വരുമോ ഇല്ലയോ എന്നുള്ളത് അതിൽ വരും. പിന്നെ ബഡ്ജറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ വരേണ്ടതെന്നുള്ളത്, ഇതൊക്കെ ഓൾറെഡി ഇതിലുള്ളതാട്ടോ. ഇനി ഈ ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. അതേപോലെ ഫേവറേറ്റ് പ്ലെയർ, ഇതിലേതെങ്കിലും ഒരാളെ ഫേവറേറ്റ് പ്ലെയറിൽ ഇട്ടേക്കാൻ പറ്റും. നമുക്ക് തൽക്കാലം നമുക്ക് റൊണാൾഡോനെ കൊടുക്കാം. നമുക്ക് അവിടെ പോയിട്ട് ഫേവറേറ്റ് പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിൽ പോയി ഇങ്ങനെ നോക്കാം. മാനേജേഴ്സ് കരിയറിൽ കലണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം, എന്നാലേ വരുള്ളൂ. അത് മാച്ച് ഫോർവേഡ് ചെയ്യണം. ഇത്തരം ഷെഡ്യൂൾ നമ്മളെ മാച്ചിൻ്റെ ഷെഡ്യൂൾ, മാച്ച് എത്രയൊക്കെ എപ്പോഴൊക്കെയാണ് നടക്കാന്നുള്ളത്. ഇതിപ്പോൾ നിലവിലെന്ന് വെച്ചാൽ നമുക്കുള്ള നെഗോസിയേഷൻ ഡേ, അതേപോലെ 2-3 നെഗോസിയേഷൻ ഡേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു ഫസ്റ്റ് മാച്ച് വരിക. അതേപോലെ തന്നെ ഓരോന്നും നമുക്ക് ലാസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. ഇതിൽ പിന്നെ ഓൾറെഡി ഉണ്ടാവും സ്ക്വാഡ് ലിസ്റ്റ്, നമ്മളെ ടീമിൻ്റെ ലിസ്റ്റാണ്. അതേപോലെ പ്ലെയർ സ്റ്റാറ്റ്സും, എങ്ങനെയാണ് പ്ലെയേഴ്സിൻ്റെ ഇതെന്താ അവസ്ഥ അല്ലെങ്കിൽ ഇതിലുള്ളത്. ഇത് പിന്നെ ക്ലബിൻ്റെ പെർഫോമൻസ് ആണ്, അതായത് എന്തൊക്കെയാണ് ഈ സീസണിൽ കാട്ടിക്കൂട്ടിയത്, എത്ര റിസൾട്ട്, അതായത് എത്ര കളി കളിച്ച്, എത്ര അസിസ്റ്റ് കൊടുത്ത്, അല്ലെങ്കിൽ എത്ര ആരാണ് ടോപ്പ് സ്കോറർ, ആരാണ് കൂടുതൽ അസിസ്റ്റ് കൊടുത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ. ഇത് മാനേജർ തന്നെ കൊടുക്കണം, അതായത് മീൻസ് ട്രെയിൻ ചെയ്തതിനനുസരിച്ച് കൊടുക്കുന്നതാണ്. ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഗ്രോത്ത് ഉണ്ടെന്നുള്ളത്, എന്താണ് ടീം സ്പിരിറ്റ് കൂടിയോ അതൊക്കെയാണിത്. എന്താണ് ഓരോ കളി സ്റ്റൈലിനനുസരിച്ച് ആരാണോ ഇവിടെ വരും.
ഈ സൈഡിൽ ഇങ്ങനെ കണ്ടോ പ്ലെയർ റോളിൽ അതിപ്പം കളിക്കുന്നതിനനുസരിച്ച് മാറി മാറി വരും. ഓരോ കളി കളിക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് മാറി മാറി വരും. പിന്നെ അതേപോലെ ടീം ഗെയിം പ്ലേ പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇതിൽ പണ്ടത്തെ പെസ് ആയതുകൊണ്ട് ഹീറ്റ് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നെഗോസിയേഷൻ ഇവിടെയാണ് മെയിനായിട്ട് വരിക. നമുക്ക് ഏതെങ്കിലും പ്ലെയറെ പോയി സെർച്ച് ചെയ്തിട്ട് വാങ്ങി ഇടണമെന്നുണ്ടെങ്കിൽ ഇതിൽ സെർച്ച് ചെയ്യാം. ഈ സെർച്ച് ചെയ്തതിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ലിസ്റ്റഡ് പ്ലേയേഴ്സിൽ ഇവിടെ വരും, ഈ ലിസ്റ്റഡ് പ്ലേയേഴ്സിൽ വരും. പിന്നെ അതേപോലെ യൂത്ത് ടീം നമ്മൾ ചെറിയ ഏതെങ്കിലും നമ്മളെ സെക്കൻഡറി ക്ലബ്ബ് ഉണ്ടാവുമല്ലോ അണ്ടർ ടീമിൻ്റെ ഓരോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കളിച്ച് നല്ല പെർഫോമൻസ് ചെയ്യണമെങ്കിൽ മെസ്സേജ് വരും. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സിനെ നമുക്ക് കാട്ടിത്തരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏജ് പൊന്തി വരികയാണെങ്കിൽ നമുക്കിതിലേക്ക് സൈൻ ചെയ്തിടാം. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ലെവലപ്പ് ചെയ്യാനും പറ്റും ഇതിൽ. അതൊക്കെ മൈ ടീം. ഇത് നമ്മളെ ടീമേ നിലവിലുള്ളവർക്ക് അത് വെച്ചാൽ നമുക്ക് ടീമിന് ഓഫർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൽ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ കാണിക്കും ട്രാൻസ്ഫർ ഫ്രീ എത്രയാണ്, ഏത് ക്ലബിലേക്കാണ് പോകുന്നുള്ളത്, എങ്ങനെയാണ് ഡീൽ കാര്യങ്ങളൊക്കെ, അതിൻ്റെ സെൽ ഓപ്ഷൻസും കാര്യങ്ങളും അങ്ങനെ ഉണ്ട്. പ്ലെയർ എക്സ്ചേഞ്ച് ആണോ അങ്ങനെയാണോ എന്നുള്ളതൊക്കെ ഇവർ ഇതിൽ കാട്ടിത്തരും. പിന്നെ അതേപോലെ തന്നെ ട്രെയിനിങ്ങിൽ അത്യാവശ്യം കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഇതിലിങ്ങനെ എന്താണോ ഓരോ പ്ലെയർ സ്റ്റൈൽ എന്നുള്ളത് പറഞ്ഞുതരും. അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൊടുക്കുക. എന്താണോ നമുക്ക് സ്കില്ല് കൊടുക്കാൻ പറ്റുക അതിനനുസരിച്ച് ഇവിടെ ലെവലപ്പ് ആവണതും കാര്യങ്ങളൊക്കെ കാണിക്കണ്ടാവും. എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആവും എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ എവിടെയൊക്കെ സ്റ്റാറ്റ്സ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇതൊന്നും ഇമ്പ്രൂവ് ആവാനില്ല. സ്കിൽ ട്രെയിനിങ് അതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ പ്ലേയേഴ്സിനാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് കാണിക്കും. ഇവിടെ നമുക്ക് എലിജിബിൾ പ്ലേയേഴ്സ് ഉണ്ടോ, ഓരോ ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ അതിൻ്റെ എങ്ങനെയാണോ അതിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ വരണമെന്നുള്ളത്, എത്ര സമയം കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും, അതാണ് ഈ ട്രെയിനിങ് പീരീഡ് കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കും. അതായത് ഡ്രിബിളിങ് ഇത്ര പ്ലേയേഴ്സിൻ്റെ മുകളിൽ ഇത്ര ഹൈ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ പ്ലേയേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരും, ഏതൊക്കെ പ്ലേയേഴ്സിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. യൂത്ത് ടീമും അതേപോലെ തന്നെ. യൂത്ത് ടീം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഓരോ ട്രെയിനിങ് എങ്ങനെയാണ്, ഓരോ എമ്പൊക്കെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണോ എന്നുള്ളതാണ് ഇതിലിപ്പോൾ നോക്കാനുള്ളത്. അത് നേരത്തെ നമ്മളെ സെയിം ടീമിൻ്റെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പ്ലെയർ നമ്പർ എഡിറ്റ് ചെയ്യാൻ ഇത് ഞാൻ ഇപ്പോൾ റാൻഡമായിട്ട് കൊടുത്തായിരിക്കും, അതിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടൊന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഇത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രീ മാച്ച് കോൺഫറൻസ് കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു നെഗോസിയേഷൻ ഉണ്ടാവും, 2-3 നെഗോസിയേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും മാച്ച് നമ്മൾ മെയിൻ മാച്ച് തുടങ്ങുക. അപ്പോൾ ടീമിൽ ഇവിടെ അങ്ങനെ വരും ഉണ്ടോ നെഗോസിയേഷൻസ്. അപ്പം ഏത് ടീമിലാണ് സ്കൗട്ടിങ്ങിലായിരിക്കും വന്നിട്ടുണ്ടാവുക. സ്കൗട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ ഇപ്പോൾ ഉള്ള സ്കൗട്ടിങ് ഇപ്പോൾ മാർക്കിന്യൂസിനാണ് ടാർഗറ്റ് ചെയ്യണത്. ഉണ്ടോ ഇപ്പോൾ മാർക്കിന്യൂസിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്ന്. പിന്നെ സ്കൗട്ടിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും വേണമെങ്കിൽ പ്ലേയേഴ്സിന് എടുക്കാം. അതായത് ഇപ്പോൾ ലീഗ് നോക്കി കഴിഞ്ഞാൽ ഓരോ ഏരിയ കാണിക്കും. ഉണ്ട് പ്രീമിയർ ലീഗിൻ്റെ ഈ ഒരു ഏരിയ, അവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഏത് ലീഗിൽ നിന്നാണ് നമുക്ക് എടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് ഏരിയ എന്നാണോ നമ്മൾ സെർച്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് സെർച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാം. എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സ്കൗട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിലിങ്ങനെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഇതിൽ കാണിക്കും. അതായത് ഇതിപ്പോൾ നമ്മൾ സെർച്ചിങ് ലിസ്റ്റിൽ ഇട്ടിക്കണേ. അപ്പോൾ നമ്മൾ അടുത്ത ഇതിൽ നമുക്ക് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇതിൽ വരും. അതേപോലെ ഇവിടെ വേറെ ആവശ്യം മാനേജേഴ്സ് കരിയർ ഫേവറേറ്റ് പ്ലെയറിൽ നേരത്തെ എടുത്ത പ്ലെയർ കൊണ്ടത് അതാ ഡേറ്റിങ്ങൾ നോക്കണ്ട. അത് ടെസ്റ്റിൻ്റെ 2021-20 ഇറങ്ങിയത്, അതുകൊണ്ടാണ്. അപ്പോൾ ആ സീസൺ തുടങ്ങുന്ന ടൈമിലെ ഇതേ കാണിക്കുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത മാച്ചിൻ്റെ ആണെങ്കിൽ പ്രീ മാച്ച് കോൺഫറൻസും കാര്യങ്ങളൊക്കെ വരും. ഇൻ്റർനാഷണലിൻ്റെ ഇത് ടീം സെലക്ഷൻ, ആരൊക്കെ നമ്മളെ ടീമിന് ഏതൊക്കെ ഇതിൽ പോയി എന്നുള്ളതായിരിക്കും. നാഷണൽ ജോബ് എടുത്തെന്നുള്ളത്. അപ്പോൾ നമ്മളെ ടീമിൽ ആർക്കോ വന്നിക്കണതാ, ഫുൾ ഹാമിലേക്ക് വന്നിക്കണ്, എബ്രയ്ക്കും വന്നിക്കണ്, അനശ്വറയ്ക്കും വന്നിക്കണ്. ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ലിസ്റ്റ് വരിക. അതായത് ഇപ്പോൾ ഈ ചോപ്പ് കത്തണത് നമ്മളെ ടീമിൽ നിന്ന് പോകുന്നുള്ള ഇതാണ്. അതായത് നമ്മൾ ടീമിൽ പോകാനുള്ള പ്ലേയേഴ്സിന് വന്ന ഓഫറാണ്.
കാര്യമായിട്ട് മെയിനായിട്ട് പറയാനുള്ളതൊക്കെ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അതാണ്. പിന്നെ പ്രീ മാച്ച് കോൺഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം, അത് നമ്മളെ പ്രസ് മീറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ആ സെയിം സാധനം തന്നെ, വേറെ ഒന്നുമില്ല. 2-3 ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനനുസരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുക, നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്. അതന്നെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരെന്തെങ്കിലുമൊക്കെ പറയും, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ടീം നമ്മൾ മാച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീമിനുള്ള ഇത് വരും. കോച്ച് എന്താണോ പറയുന്നത് നമ്മൾ കറക്റ്റ് കാണാം, ടീമിനെ നമ്മളെ ഒരേ റൂമിൽ വെച്ചിട്ട്. പിന്നെ മാച്ചാണ്. ഇതൊക്കെ തന്നെയാണ് ഇതിൽ മെയിനായിട്ട് കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഫുട്ബോൾ റെവല്യൂഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് കേട്ടോ, എന്താണ് മാസ്റ്റർ ലീഗ്, എങ്ങനെ കളിക്കാൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഒരു 17 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഫുട്ബോൾ റെവല്യൂഷനെ നന്ദി പറയാം. അപ്പോൾ അവൻ്റെ പേജായിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് അടി ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ കിഡിലൻ രോമാജിഫിക്കേഷൻ വീഡിയോസൊക്കെയാണ് അവൻ ചെയ്യണത്. സോ അതും കൂടി ഒന്ന് നോക്കിക്കോ, കിഡിലിനാണ്. ഈ ഫുട്ബോളിലെ PC കുറിച്ച് എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവൻ്റെ അടുത്ത് പോയാൽ മതി, അവൻ എല്ലാം ക്ലിയർ ആക്കി തരും. ഞാനിപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അവൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ക്ലിയർ ചെയ്ത് ചോദിക്കുക. അപ്പോൾ മാസ്റ്റർ ലീഗ് ഉടൻ തന്നെ നമ്മുടെ ഈ ഫുട്ബോളിൽ വരട്ടെ, മൊബൈൽ വെർഷനൊക്കെ വന്നതിന് അടിപൊളിയായിരിക്കും, വരുന്നു പ്രതീക്ഷിക്കണു. കുറേ കാലമായി പറയണു, ഇപ്രാവശ്യമെങ്കിലും കൊണ്ടുപോകാൻ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കൊണ്ടുപോകുന്നതിന് അടിപൊളിയാവും. കാരണം ഇപ്പം പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ത്രില്ലല്ലേ കേട്ടിരിക്കാനും. അതുപോലെ തന്നെ ഇനി കളിക്കുമ്പോൾ എക്സ്പീരിയൻസ് കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അടിപൊളിയായിരിക്കും എന്തായാലും. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ വരട്ടെ, അടിപൊളിയായിട്ട് നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗെയിം കുറച്ച് ഡൗൺ ആണ്, ഇനി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്ന് പൊക്കി എടുക്കണം അവർ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അങ്ങനെ പൊക്കി വരട്ടെ. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നതൊക്കെയാണ്. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.